ഗോവയിലെ കടലിലൂടെ ഉള്ളൊരു യാത്ര. ഈ ക്രൂയിസിലാണ് 3 മണിക്കൂർ ചിലവഴിക്കുന്നത്. 2017 സ്ഥാപിതമായ ജാംബോറി ക്രൂയിസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആഡംബര ടൂറിസം മേഖലയിൽ ഒരു പേര് സൃഷ്ടിച്ചു. നേരെ ചെല്ലുന്നത് ഒരു കോഫി ഷോപ്പിലാണ്. 2-3 ലേസ് മാത്രമാണെന്ന് കരുതണ്ട. ചായ, കോഫി, സ്നാക്സ് പലതരത്തിലുമുണ്ട്. ഒരു മിനി ബാറും ഇതിനകത്തുണ്ട്. മക്കൾക്ക് ലേസ് കണ്ടതോടെ സന്തോഷം കൂടുതലായി. സുവാരി നദിയാണ്. മനോഹരമായ നദിയുടെ മുകളിലൂടെയാണ് പുതിയ സുവാരി പാലം. 2022 ഡിസംബർ 29-ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു. അനവധി ക്രൂയിസുകളുണ്ട്, വലുതും ചെറുതുമായി. രാത്രിയിലാണ് കൂടുതലും ഭംഗി. താഴെ നിലയിലേക്കാണ് പോണത്. 21 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുണ്ട്. ഇതിന് 2 നിലകളാണ് ഉള്ളത്. തുറന്ന അപ്പർ ഡെക്കും എയർ കണ്ടീഷൻ ചെയ്ത മെയിൻ ഡെക്കും. സഞ്ചാരികൾ ഒക്കെ മുകളിലാണുള്ളത്. ജാംബോറി ക്രൂയിസ് ഗോവ സംസ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. ഒരു ഫൈബർ ഗ്ലാസ് കപ്പലാണ്. കരയിൽ നിന്ന് നീങ്ങി തുടങ്ങി. സ്പീഡിലാണ് പോകുന്നത്. എയർ കണ്ടീഷൻ ചെയ്തതുകൊണ്ട് ഒരു സൗണ്ടും ഉള്ളിലേക്ക് വരുന്നില്ല. ഒരു ബാർ ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രധാനമായും ആഭ്യന്തര അന്തർദേശീയ വിനോദ സഞ്ചാരികളെയാണ് ലക്ഷ്യമിടുന്നത്. മനോഹരമായ ഒരു യാത്ര.